യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ സെബദി പുത്രനായ യാക്കോബ്. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? യേശുവിനു വേണ്ടി എന്തൊക്കെ ചെയ്തു? എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചു? എങ്ങനെ ശുശ്രൂഷ ചെയ്തു? ഒടുവിൽ എങ്ങനെ മരിച്ചു എന്നതിനെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ പറയുന്നത്. യേശുവിന്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളാണ് യാക്കോബ് ശ്ലീഹ. ഇദ്ദേഹത്തെ വലിയ യാക്കോബ് എന്നും അറിയപ്പെട്ടിരുന്നു. അപ്പോസ്തല സംഘത്തിൽ അൽഫായുടെ പുത്രനായ മറ്റൊരു യാക്കോബ് കൂടിയുണ്ടായിരുന്നു. അതുകൊണ്ടാവാം സെബദി പുത്രനായ യാക്കോബിനെ വലിയ യാക്കോബ് എന്ന് വിളിച്ചിരുന്നത്. അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ആദ്യം രക്തസാക്ഷിയായത് യാക്കോബ് ശ്ലീഹയാണ്. യാക്കോബ് ഗലീലിയക്കാരനാണ്. ഇദ്ദേഹത്തിന്റെ അപ്പന്റെ പേര് സെബദി എന്നായിരുന്നു. അമ്മയുടെ പേര് സലോമി എന്നുമാണ്. ഇദ്ദേഹത്തിന്റെ സഹോദരനാണ് മറ്റൊരു ശ്ലീഹയായ യോഹന്നാൻ. യാക്കോബിനെയും യോഹന്നാനെയും സെബദി മക്കൾ എന്നാണ് സുവിശേഷകർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. യേശുവിന്റെ പ്രഥമ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു വിശുദ്ധ യാക്കോബ്. ഗലീലി കടൽ തീരത്ത് വല നന്നാക്കിക്കൊണ്ടിരുന്നപ്പോൾ യേശു തന്റെ അടുത്തേക്ക് വരുന്നത് യാക്കോബ് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന വിളി കേട്ടപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ തന്റെ പിതാവിനെയും വഞ്ചിയെയും ഉപേക്ഷിച്ച് അദ്ദേഹം യേശുവിനൊപ്പം ഇറങ്ങിത്തിരിച്ചു. പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാരുടെ 4 പട്ടികയിലും ആദ്യത്തെ 3 പേരിൽ ഒരാളാണ് യാക്കോബ് ശ്ലീഹ. സുവിശേഷങ്ങളിൽ വിവരിച്ചിരിക്കുന്ന പല പ്രധാന സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കുവാൻ അവസരം ലഭിച്ച 3 അപ്പോസ്തലന്മാരിൽ ഒരാളായിരുന്നു യാക്കോബ് ശ്ലീഹ. യേശു ഈ സഹോദരങ്ങൾക്ക് ഇടിമുഴക്കത്തിന്റെ മക്കൾ എന്നർത്ഥമുള്ള ബോവനോർഗസ് എന്നൊരു പേരും കൂടി നൽകിയിരുന്നു. യാക്കോബിന് ഇടിമുഴക്കത്തിന്റെ പുത്രൻ എന്ന പേര് വരാൻ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലെ ചില പ്രത്യേകതകൾ കാരണമായിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഒരിക്കൽ ശമരിയയിലെ ഒരു ഗ്രാമം യേശുവിനെ സ്വീകരിക്കാതിരുന്നപ്പോൾ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കി അവരെ നശിപ്പിക്കട്ടെ എന്ന് ആവേശത്തോടെ ചോദിച്ചത് യാക്കോബും സഹോദരൻ യോഹന്നാനുമാണ്. ഇതുമാത്രമല്ലാതെ യേശുവിന്റെ ഇടത്തും വലത്തും ഇരിക്കാൻ അനുവാദം ചോദിച്ചതും ഇവരായിരുന്നു. താൻ കുടിക്കാനിരിക്കുന്ന പാനപാത്രം കുടിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. പിൽക്കാലത്ത് രക്തസാക്ഷിയായതിലൂടെ യാക്കോബ് ആ വാക്ക് പാലിക്കുകയും ചെയ്തു. ഗെത്സമേന തോട്ടത്തിൽ യേശു പ്രാണവേദന അനുഭവിക്കുന്നത് യാക്കോബ് കാണുവാനിടയുണ്ടായി. എന്റെ ഉള്ളം മരണവേദനയെ പോലെ ദുഃഖിക്കുന്നു എന്ന് യേശു പറയുന്നത് യാക്കോബ് കേട്ടു. ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു പല പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായ സമയത്ത് യാക്കോബ് യേശുവിന്റെ മുറിവുകളെ കണ്ടു. യേശുവിന്റെ ഉയർപ്പിന് ശേഷം പത്രോസ് തന്റെ പഴയ ജോലിയിലേക്ക് തിരിച്ചുപോയ സമയത്ത് യാക്കോബും മീൻ പിടിക്കാനായി കൂടെ പോയിരുന്നു. എന്നാൽ മീൻ പിടിച്ച ശേഷം കരയിലേക്ക് വരുന്ന സമയത്ത് അവർ യേശുവിനെ കാണുകയും യേശു അവർക്ക് കഴിക്കാൻ അപ്പവും മീനും കൊടുക്കുകയും ചെയ്തു. യാക്കോബും ആ അപ്പവും മീനും വാങ്ങി ഭക്ഷിക്കുകയും ചെയ്തു. പെന്തക്കോസ്തായ്ക്ക് ശേഷം യാക്കോബ് ശ്ലീഹ സുവിശേഷ പ്രഘോഷണത്തിനായി സ്പെയിനിലേക്ക് യാത്ര തിരിച്ചു. അവിടെ പ്രസംഗിക്കുകയും ക്രിസ്ത്യൻ സമൂഹങ്ങൾ കെട്ടിപ്പടുക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് അദ്ദേഹം ജെറുസലേമിലേക്ക് തിരിച്ചു വരികയാണുണ്ടായത്. ഒരു ഐതിഹ്യമനുസരിച്ച് സ്പെയിനിലെ എബ്രോ നദീതീരത്ത് വെച്ച് യാക്കോബ് നിരാശനായിരിക്കുമ്പോൾ പരിശുദ്ധ മറിയം അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുകയും ഒരു മാർബിൾ തൂൺ നൽകുകയും ചെയ്തു. അവിടെ ഒരു പള്ളി പണിയാൻ ആവശ്യപ്പെട്ടു. ഇതാണ് ലോകത്തിലെ ആദ്യത്തെ മരിയൻ ദേവാലയമായി കരുതപ്പെടുന്ന ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ദ പില്ലർ. ഒരിക്കൽ ബിനാക്കാസ് എന്ന മാന്ത്രികൻ യാക്കോബിന്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് യേശുവിനെ അനുഗമിച്ചു. അതുകാരണം മറ്റു മാന്ത്രികർക്ക് യാക്കോബിനോട് അസൂയ തോന്നി. അവർ യാക്കോബിന്റെ മേൽ ദുരാത്മാക്കളെ ഇറക്കുവാൻ ശ്രമിച്ചു. എന്നാൽ യാക്കോബ് ആ മാന്ത്രികരുടെ മേൽ തന്റെ തൂവാല ഇട്ടപ്പോൾ തന്നെ സകലതും ചിതറിപ്പോയി. പലരും യാക്കോബിന്റെ പ്രവൃത്തികൾ കണ്ട് യേശുവിനെ സ്വീകരിച്ചു. യാക്കോബ് യെരുശലേമിലുള്ള തടവുകാരോട് സുവിശേഷം പ്രസംഗിച്ചതായി പറയപ്പെടുന്നു. യാക്കോബിന്റെ മരണത്തെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. AD 44 ഹെറോദോസ് അഗ്രിപ്പ രാജാവ് ക്രിസ്ത്യാനികളെ വേട്ടയാടിക്കൊണ്ടിരുന്ന കാലത്ത് യാക്കോബിനെ തടവിലാക്കി വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. യാക്കോബിനെ വധശിക്ഷയ്ക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ഒരു അത്ഭുതമുണ്ടായി. അദ്ദേഹത്തെ ബന്ധിച്ച് നയിച്ചിരുന്ന ഒരു റോമൻ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹം യാത്രയിലുടനീളം യാക്കോബ് ശ്ലീഹായുടെ മുഖത്തെ ശാന്തതയും പ്രഭയും ശ്രദ്ധിച്ചു. മരിക്കാൻ പോകുന്ന ഒരാളുടെ ഭയമല്ല, മറിച്ച് തന്റെ പ്രിയപ്പെട്ട ഗുരുവിനെ കാണാൻ പോകുന്ന ഒരാളുടെ സന്തോഷമായിരുന്നു ആ മുഖത്ത്. വഴിമധ്യേ ആ ഉദ്യോഗസ്ഥനോട് യാക്കോബ് ശ്ലീഹ സുവിശേഷത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും സംസാരിച്ചു. ആ വാക്കുകൾ ഉദ്യോഗസ്ഥന്റെ ഉള്ളിൽ തറച്ചു.
പെട്ടെന്ന് ആ ഉദ്യോഗസ്ഥൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് യാക്കോബിന്റെ മുൻപിൽ മുട്ടുകുത്തി പറഞ്ഞു, അല്ലയോ പുണ്യാത്മാവേ, നിങ്ങൾ എന്റെ കണ്ണുകൾ തുറപ്പിച്ചു. ഞാനും ഒരു ക്രിസ്ത്യാനിയാവാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ട് രാജഭൃത്യന്മാർ അത്ഭുതപ്പെട്ടു. ഉടൻ തന്നെ ആ ഉദ്യോഗസ്ഥനെ പിടിക്കുകയും പരസ്യമായി ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം അതിന് തയ്യാറായില്ല. ഒടുവിൽ യാക്കോബ് ശ്ലീഹായെയും ആ ഉദ്യോഗസ്ഥനെയും വധിക്കുവാൻ രാജാവ് ഉത്തരവിട്ടു. വധസ്ഥലത്ത് വച്ച് ആ ഉദ്യോഗസ്ഥൻ യാക്കോബിനോട് മാപ്പ് അപേക്ഷിച്ചു. അപ്പോൾ യാക്കോബ് ശ്ലീഹ പുഞ്ചിരിയോടെ അദ്ദേഹത്തെ ചുംബിച്ചുകൊണ്ടു പറഞ്ഞു, സമാധാനം നിന്നോടുകൂടെ ഇരിക്കട്ടെ. നിമിഷങ്ങൾക്കുള്ളിൽ ഹേറോദോസിന്റെ വാൾ യാക്കോബ് ശ്ലീഹായുടെ ശിരസറുത്തു. അപ്പോസ്തലന്മാരിൽ ആദ്യത്തെ രക്തസാക്ഷിയായി അദ്ദേഹം സ്വർഗത്തിലേക്ക് യാത്രയായി. അദ്ദേഹത്തോടൊപ്പം ആ ഉദ്യോഗസ്ഥനും രക്തസാക്ഷിത്വം വരിച്ചു. തന്റെ മരണം പോലും ഒരാളെ സത്യവിശ്വാസത്തിലേക്ക് നയിക്കാൻ യാക്കോബ് ശ്ലീഹ ഉപയോഗിച്ചു. ഭയമില്ലാത്ത വിശ്വാസമാണ് ഒരു ക്രിസ്ത്യാനിയുടെ കരുത്തെന്ന് അദ്ദേഹം തെളിയിച്ചു.